ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് തവോദ. അപ്പം ഇന്നത്തെ കരിയർ ടോക്സ് നമ്മോടൊപ്പം ഉള്ളത് ഗ്രീഷ്മയാണ്. ഗ്രീഷ്മ, വെൽക്കം ടു കരിയർ ടോക്സ് തവോദ. താങ്ക് യു. ഓക്കെ, ഗ്രീഷ്മയുടെ സ്ഥലം എവിടാ? ഞാൻ ഇവിടെ ഒരു കൊടകര എന്ന സ്ഥലത്താണ്. ഓക്കെ. ഏത് കോഴ്സ് അവോധ ചെയ്തിരുന്നേ? ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിരുന്നു. ഓക്കെ. അപ്പം കറന്റ്ലി ഇപ്പൊ എന്ത് ചെയ്യാ? ഇപ്പോ അത് കഴിഞ്ഞ ശേഷം ഒരു ഇന്റേൺഷിപ്പ് ചെയ്യേണ്ട അവോധ തന്നെയാണ്. സ്കോർപിയൻ 6 എന്ന് പറയുന്നത് ദുബായ് ആണ്. അപ്പൊ വർക്ക് ഫ്രം ഹോം ആണ്, അൺപെയ്ഡ് ഇന്റേൺഷിപ്പ് ആണ്. അത് പിന്നെ അതല്ലാണ്ട് വേറൊരു കൂടി ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ഫ്രം ഹോം തന്നെയാണ്. അത് നമ്മള് അവോധയിൽ ഇത് പഠിച്ച കാരണമാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? മൊത്തത്തില് ഒരു ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് കമ്പനിയുടെ സൈഡിൽ നിന്ന്? നല്ല സപ്പോർട്ടാണ്. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഒക്കെ നമുക്ക് അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, ഓൺ ടൈമിൽ അവർ വർക്ക് കാര്യങ്ങളൊക്കെ തരാറുണ്ട്? വർക്ക് തന്നിട്ടുണ്ട്. SEO ആണ്. അപ്പോ നമുക്ക് കീവേഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ അത് റാങ്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ മാമാണ് അപ്പൊ ഒക്കെ പറഞ്ഞുതരും എങ്ങനെ ചെയ്യണ്ടേന്ന്, എല്ലാം ക്ലിയർ ചെയ്തൊക്കെ തരും. ഓക്കെ, SEO ആണ് കറന്റ്ലി ചെയ്യുന്നതല്ലേ? ഓക്കെ. അപ്പം SEO ചെയ്തിട്ട് എങ്ങനെയുണ്ട്? പാടുണ്ടോ? കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല, ചെയ്തു പോവാമല്ലേ? ഓക്കെ. വർക്ക് ഫ്രം ഹോം അല്ലേ? വർക്ക് ഫ്രം ഹോം. ഓക്കെ. അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊരു കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമില് അബോധയെ പറ്റി എങ്ങനെയാ അറിഞ്ഞേ? ഞാൻ ഇങ്ങനെ വർക്ക് ഫ്രം ഹോം ജോബ്സ് ഇങ്ങനെ നോക്കായിരുന്നു. എനിക്കൊരു മോനുണ്ട്. അപ്പോ അവനെ ഇട്ടിട്ട് ജോലിക്കൊന്നും പോവാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. വീട്ടിൽ ആരും ഇല്ല. അപ്പൊ അങ്ങനെ നോക്കി അന്വേഷിച്ചപ്പോഴാണ് ഫേസ്ബുക്കില് നമ്മുടെ അവോധയില് AC ഷഹബാസ് ബാൻ എന്ന് പറഞ്ഞിട്ട് ചേച്ചി, ആള് വഴിയാണ് ഞാൻ അറിയണേ. അപ്പൊ ആള് കോഴ്സുകളെല്ലാം പറഞ്ഞു തന്നു. അപ്പൊ എനിക്ക് നോക്കിയപ്പോ ഇത് കേട്ടപ്പോ ഇത് പഠിച്ചാ കൊള്ളായിരുന്നു എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇത് എടുത്തത്. അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. ഇഷ്ടായി. നല്ല പഠിക്കാനൊക്കെ എളുപ്പമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട് പഠിക്കാം. അങ്ങനെ. ഓക്കെ. അപ്പം ക്ലാസ് കണ്ടു തുടങ്ങിയിട്ട് എങ്ങനെയുണ്ട്? ക്ലാസ്സസ് ഒക്കെ സൂപ്പർ ആയിരുന്നു. പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാലോ. ചോദിച്ചു കഴിഞ്ഞാലും സാറുമാരൊക്കെ ക്ലിയർ ചെയ്ത് തരും. അതിനു മുമ്പേ മോന്റെ പേരെന്തായിരുന്നു? മോന്റെ പേര് സാത്വിക്. കാശിന്ന് വീട്ടിൽ വിളിക്കും. കാശി. ഓക്കെ. അപ്പം ക്ലാസ്സസ് ഒക്കെ ഓക്കെ ആയിരുന്നു. ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നോ ക്ലാസിന്റെ ഇടയ്ക്ക്? വരല് കുറവാണ്. എന്താ വെച്ചാ ക്ലാസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അത്ര നന്നായിട്ട് ക്ലാസ് ഒക്കെ എടുക്കണേ. ഡൗട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാലും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് തരും ചെയ്യൊരു ചോദിച്ചു കഴിഞ്ഞാൽ. അറ്റൻഡ് ചെയ്യാറുണ്ട്. അധികം ചെയ്യേണ്ടി വന്നിട്ടില്ല. ഡൗട്ട്സ് ഒക്കെ അങ്ങനെ വരാറില്ല. ഓക്കെ. അപ്പം ഇന്റേൺഷിപ്പിലേക്ക് വരുന്ന ടൈമില് ജാപ്പ് അറ്റൻഡ് ചെയ്തായിരുന്നോ? ചെയ്തിട്ടുണ്ടായിരുന്നു. ജാപ്പ് വഴിയാണ് കിട്ടിയത്. അപ്പൊ ഈ ജാപ്പിലെ ഒരു പ്രൊസീജിയർ എങ്ങനെയായിരുന്നു? അത് നമ്മള് ഇതുപോലെ തന്നെ ആ ചേച്ചി വഴിയാണ് എനിക്ക് ജാപ്പ്. ഞാൻ ഈ വർക്ക് ഫ്രം ഹോം ഒക്കെ നോക്കായിരുന്നു. അപ്പൊ ആ ചേച്ചിയാണ് പറഞ്ഞ എങ്ങനെയുണ്ട്. അപ്പൊ ID ഒക്കെ പറഞ്ഞെന്ന് ഞാൻ അങ്ങനെ കയറാണ് ചെയ്തത്. ജോബ് ID അങ്ങനെ കയറാം. അപ്പൊ അവര് നോക്കും നമുക്ക് എന്തൊക്കെ അറിയാം, നമ്മളതിന് എലിജിബിൾ ആണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളെ പിന്നെ വിളിക്കുക ചെയ്തത്. പിന്നെ എന്നെ വിളിച്ചു, ഇടയ്ക്കിടയ്ക്ക് വിളിച്ചായിരുന്നു അവോധയിന്ന്. പ്ലേസ്മെന്റ്സ് എല്ലാവരെയും കോണ്ടാക്ട് ചെയ്ത്. ഓക്കെ. അപ്പം അവോധയിലേക്ക് ഈ കോഴ്സ് എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കുന്ന ടൈമിൽ കേട്ടാണ് 2800 എന്നൊരു ഫീസ് സ്ട്രക്ചർ. ഓക്കെ. അപ്പം 2800 ഈ കോഴ്സ് ഒക്കെ ചെയ്ത വെർത്താന്ന് തോന്നിയിരുന്നു ആദ്യം? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. എന്താന്ന് വെച്ചാ നമുക്ക് ജോലി പെട്ടെന്ന് കിട്ടാൻ ഞാൻ അത് മാത്രം നോക്കിണ്ടായിരുന്നുള്ളൂ. 2000 കോഴ്സ് പഠിച്ച എവിടെയും ജോലിയൊന്നും കിട്ടില്ല. എവിടെ പോയാലും നല്ല ഫീസ് നമ്മൾ കെട്ടേണ്ടി വരും. അതും നമ്മളിങ്ങനെ അതും വർക്ക് ഫ്രം ഹോം ഒക്കെ ഓൺലൈനായിട്ടൊക്കെ പഠിക്കാൻ ഫീസ് എല്ലാവരുടെയും ഭയങ്കരമായിട്ട് കെട്ടണല്ലോ. അങ്ങനെ പിന്നെ അത് ഞാൻ അപ്പൊ ചിന്തിച്ചില്ല. ഞാൻ ഫീസ് കുറവ്, പിന്നെ പെട്ടെന്നൊരു ജോലി, അത്ര മാത്രം ചിന്തിച്ചുള്ളൂ. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ.
അങ്ങനെ പിന്നെയാണ് ഞാൻ കേക്കണേ ഈ കോഴ്സിനൊക്കെ പുറത്തൊക്കെ നല്ല പൈസ വരണേ, ഫീസൊക്കെ ഭയങ്കര എന്നൊക്കെ ഞാൻ പിന്നീടാണ് അറിയണേ. അപ്പൊ തോന്നി ഞാൻ ചേർന്നത് ഭാഗ്യായിന്ന്. കുറെ പേരോടൊക്കെ ചോദിച്ചപ്പോ അവര് പറഞ്ഞു അവോധനെ പറ്റി പിന്നീടാണ് അറിഞ്ഞത്, അപ്പൊ അത് നേരത്തെ അറിഞ്ഞെങ്കിൽ ചേരായിരുന്നു എന്ന് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് ചേർന്നിട്ടുണ്ട് കേട്ടോ. അത് ഫ്ലട്ടർ അവൾ എടുത്തേക്കുന്നത്. ഫ്ലട്ടർ ആണ്. ഓക്കെ ഓക്കെ. അപ്പം ഈ കോഴ്സ് ചൂസ് ചെയ്യുന്ന ടൈമില് ഫാമിലിയുടെ സൈഡിൽ നിന്ന് എങ്ങനെയായിരുന്നു ഒരു റെസ്പോൺസ്? ഹസ്ബൻഡ് ഒക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. നല്ല സപ്പോർട്ടായിരുന്നു. അപ്പം ഗ്രീഷ്മ ഇത്രയും ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വലിയ താങ്ക്സ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്ക്. മിനാർ ഫിലിം അക്കാദമി എന്ന് പറഞ്ഞ ഒരു അക്കാദമിയിലാണ്. എനിക്ക് SBI ക്യാപ്പിലാണ് ജോലി റെഡി ആയിരിക്കുന്നത്. മൈത്ര കമ്മോഡിറ്റീസ്.